നമസ്കാരം. ഏത് സാഹചര്യത്തിലും ഒരു വ്യക്തി ആരോഗ്യത്തോടും സന്തോഷത്തോടും ഇരിക്കുന്നതിൻ്റെ പിന്നിൽ ആത്മവിശ്വാസത്തിനും മനഃശക്തിക്കും പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഈ ആത്മവിശ്വാസവും മനഃശക്തിയും നന്നായിട്ടുള്ളവരുടെ 7 ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് മനസ്സെപ്പോഴും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ അമിതമായിട്ട് ചിന്തിച്ച് വിഷമിക്കുന്ന രീതി ഇവർക്കുണ്ടാവില്ല. കാരണം ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ഇവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നു. മാത്രമല്ല, മറക്കേണ്ടത് മറക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളെ ഇവർ ഭയക്കുന്നില്ല. അതിനെ നേരിടാൻ നല്ല ആത്മവിശ്വാസമുണ്ട്. അതുപോലെ ഇമോഷണൽ ഫീലിങ്സും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. മനഃശക്തി നന്നായിട്ടുള്ളവരിൽ ദേഷ്യം അത്ര പെട്ടെന്ന് വരത്തില്ല. വന്നാൽ തന്നെ അത് നിയന്ത്രിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. മറ്റുള്ളവർ ദേഷ്യപ്പെട്ടാലും അവരതിന് അതേപോലെ റിയാക്റ്റ് ചെയ്യില്ല. ദേഷ്യം പോലുള്ള വികാരങ്ങൾ പെട്ടെന്ന് വരുന്നത് വീക്ക് മൈൻഡായിട്ടുള്ളവരുടെ ലക്ഷണമാണ്. മനഃശക്തിയുള്ളവർ ഏത് കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താലും അതിൽ ഉറച്ചു നിൽക്കും. ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ടാകത്തില്ല. സംശയത്തിൽ കൂടി മനസ്സിനെ പീഡിപ്പിക്കുന്ന രീതി പൊതുവേ ഇവർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പം തന്നെ മനസ്സ് റിലാക്സ് ആവുകയും നല്ല ഉറക്കം കിട്ടുകയും ചെയ്യുന്നു. ക്വാളിറ്റി സ്ലീപ്പ് ഉള്ളതുകൊണ്ട് പൊതുവെ ഇവർ ഊർജ്ജസ്വലരായി കാണപ്പെടുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. അതുപോലെ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് വളരെയേറെ വാല്യൂ കൊടുക്കുന്നു. എവിടെ വരാമെന്ന് പറഞ്ഞാലും കറക്റ്റ് സമയത്ത് വരും. പറ്റിയില്ലെങ്കിൽ നേരത്തെ വിളിച്ചറിയിക്കും. എന്ന് വെച്ചാൽ ഇവർ വെറും വാക്ക് ആരോടും പറയാറില്ല. മറ്റുള്ളവരെ പറ്റിക്കണം എന്ന ചിന്ത ഇവർക്കുണ്ടാവില്ല. അതെപ്പോഴും വീക്ക് മൈൻഡിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ മാറ്റത്തിന് ഇവർ തയ്യാറാണ്. പോസിറ്റീവായിട്ടുള്ള മാറ്റം ഇവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്വന്തം തെറ്റുകൾ സമ്മതിക്കാൻ ഇവർക്കൊരു മടിയുമില്ല. എന്നാൽ അതിൽ കുറ്റബോധം കൊണ്ട് നടക്കാതെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അത് പരിഹരിക്കാൻ നോക്കും. ചില കാര്യങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവർക്കൊരു മടിയുമില്ല. അലസത എപ്പോഴും വീക്ക് മൈൻഡിൻ്റെ ലക്ഷണമാണ്. ഇവർ പൊതുവെ മറ്റുള്ളവരിൽ നിന്നും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ സ്വന്തം സമയവും കഴിവും അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കളയത്തുമില്ല. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടത്തില്ല. മനഃശക്തി ഉള്ളവർക്കും ആത്മവിശ്വാസമുള്ളവർക്കും എപ്പോഴും ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് മാറ്റാൻ പറ്റുന്നതല്ല. ഓരോ സാഹചര്യത്തിലും അതനുസരിച്ച് പെരുമാറാൻ ഇവർക്ക് കഴിയുന്നു. ഇവരുടെ മനസ്സും ജീവിതവും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ആയിരിക്കത്തില്ല. പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പല വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. ശാന്തമായ ഒരു മൈൻഡ് സെറ്റ് ഇവരെപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. താൽക്കാലികമായ സന്തോഷത്തിനേക്കാൾ കൂടുതൽ അവരെപ്പോഴും പ്രാധാന്യം നൽകുന്നത് ദീർഘനാളത്തെ സന്തോഷത്തിനായിരിക്കും. അതിനകത്തവർ കോൺഷ്യസ് ആണ്. അതിനുവേണ്ടി അവർ സ്മാർട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, എത്ര ആത്മവിശ്വാസമുള്ളവരാണെങ്കിലും ചില സാഹചര്യത്തിൽ ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ആ ഒരു സാഹചര്യം അവർ വേഗത്തിൽ മാനേജ് ചെയ്യുന്നു. സൈക്കോസോമാറ്റിക് ആയിട്ടുള്ള രോഗങ്ങൾ പൊതുവെ ഇവർക്ക് കുറവായിരിക്കും. എന്നാൽ മനസ്സിന് പൊതുവെ ഉത്കണ്ഠയും ടെൻഷനും ഉള്ളവരെ സംബന്ധിച്ച് സൈക്കോസോമാറ്റിക് രോഗങ്ങൾ കൂടുതലായിരിക്കും. സൈക്കോസോമാറ്റിക് എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉത്കണ്ഠ കൂടുതലായിട്ട് വന്ന് ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ. ഉത്കണ്ഠ എപ്പോഴും കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കും, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിലായിരിക്കും. മനഃശക്തി ഉള്ളവർ മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും അവർ തയ്യാറാകും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂഡ് മാറുന്നത് വീക്ക് മൈൻഡിൻ്റെ ലക്ഷണമാണ്. മനഃശക്തി ഉള്ളവരിലും ആത്മവിശ്വാസമുള്ളവരിലും മൂഡ് ഡിസോർഡർ കുറവായിരിക്കും. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഡിക്ഷൻ ഉള്ളവരെ സംബന്ധിച്ച് മൂഡ് ഡിസോർഡർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. സന്തോഷമുള്ള സാഹചര്യമാണെങ്കിലും ടെൻഷനുള്ള സാഹചര്യമാണെങ്കിലും അതിനകത്ത് ഇവർക്കൊരു ബാലൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ സന്തോഷം വരുമ്പം അമിതമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ, കോപം വരുമ്പോൾ അമിതമായിട്ട്, ടെൻഷൻ വരുമ്പോൾ അമിതമായിട്ട്, ആ രീതിയല്ല. എല്ലാ ഇമോഷണൽ ഫീലിങ്സും ഇവരിൽ ഇക്വിലിബ്രിയം സ്റ്റേജിലായിരിക്കും. അതുപോലെ ആത്മവിശ്വാസമുള്ളവരെ സംബന്ധിച്ച് അവർക്കൊരു തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാനും തിരുത്താനും അവർ തയ്യാറാകുന്നു. തെറ്റ് പറ്റിയിട്ടും അത് അംഗീകരിക്കാതെ, തെറ്റാണെന്ന് അംഗീകരിക്കാതെ ശരിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ആത്മവിശ്വാസക്കുറവിൻ്റെയും ഉൾഭയത്തിൻ്റെയും സൂചനയാണ്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Thanks for watching. See you next time. Bye.